ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ് മൈ ഡിയർ സുത്തുക്കുട്ടികളെ. ഇന്നൊരു രസകരമായ ക്രൈം ത്രില്ലറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരിക്കലും കണ്ടുപിടിക്കാൻ പാടില്ല എന്ന രീതിയിൽ പ്ലാൻ ചെയ്തൊരു മർഡർ, ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ക്രൈം. ആ കുറ്റം ഒരു പള്ളിയിലച്ഛന്റെ തലയിലാണ് കെട്ടിവെക്കപ്പെടുക. പക്ഷെ അദ്ദേഹമാണോ അത് ചെയ്തതെന്ന് അവസാനം വരെ നമുക്കറിയില്ല. ഇപ്പോഴും അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്രൈംസ് ഇല്ലേ, അതെങ്ങനെ സംഭവിച്ചു എന്ന് പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതുപോലെ പ്ലാൻ ചെയ്ത ഒരു മർഡർ. ഈ മർഡർ സോൾവ് ചെയ്യാൻ വരുന്ന കഥാനായകനാണ് നമ്മുടെ ഡാനിയൽ ക്രൈഗ്. അണ്ണൻ മുടിയൊക്കെ വളർത്തി നല്ല ചന്തക്കാരനായിട്ടാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗം നമ്മൾ കണ്ടതായിരുന്നു, നൈസ് ഔട്ട് എന്ന് പറഞ്ഞൊരു മർഡർ മിസ്റ്ററി. ഇതതിന്റെ രണ്ടാം ഭാഗമാണ്. ആദ്യത്തേനെക്കാട്ടിലും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ഈ രണ്ടാം ഭാഗം. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വേക്ക് അപ്പ് ദ ഡെഡ് മാൻ, എ നൈസ് ഔട്ട് മിസ്റ്ററി. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു ഡീക്കൻ പള്ളിയിൽ അച്ഛനാവാൻ വേണ്ടി പഠിക്കില്ലേ, അവരെയാണ് ഡീക്കൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു ഡീക്കൻ, പുള്ളിക്കാരനും സഹപാഠിയും തമ്മിൽ വഴക്കായി പുള്ളിക്കാരൻ സഹപാഠിയുടെ മൂക്കിടിച്ച് പരത്തും. ഇതവിടെ മിനിസ്ട്രിയിൽ വലിയ വിഷയമായി, കുഴപ്പമായി, പ്രശ്നമായി. നമ്മുടെ ഡീക്കനെ സെമിനാരിയിൽ നിന്ന് പുറത്താക്കണ അവസ്ഥ വരെ എത്തി. അപ്പൊ ഡീക്കൻ, എനിക്ക് അവസാനമായിട്ട് ഒരു ചാൻസ് കൂടെ തരൂ, അറിയാതെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ സംഭവിച്ചു പോയതാണ്, ഇനി ഞാൻ ആവർത്തിക്കില്ല, എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ, എനിക്ക് അച്ഛനാവാൻ അത്രയും താല്പര്യമുണ്ട്. ഈ ജീവിതം ഒരു പ്രായശ്ചിത്തത്തിന് വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റിവെച്ചിരിക്കുന്നത്, അതിനെന്നെ അനുവദിക്കണം, ദയവ് ചെയ്ത് ഒരു ചാൻസ് കൂടെ തരൂ എന്ന് ചോദിക്കും. അപ്പൊ ഈ അതോറിറ്റിയിലുള്ള ആൾക്കാരിൽ ഒരു ബിഷപ്പിന് നമ്മുടെ ഡീക്കന് ഇഷ്ടമാണ്. മാത്രമല്ല ഇടികൊണ്ട ഡീക്കനില്ലേ, അയാൾ ഇത്തിരി പ്രശ്നക്കാരനുമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ആ ബിഷപ്പ് ബാക്കിയുള്ളവരോടൊക്കെ സംസാരിച്ച് നമ്മുടെ പയ്യന് ഒരു ചാൻസ് കൂടെ കൊടുക്കാം, എന്നാൽ അവനതൊരു ടാസ്ക് ആയിട്ട് കൊടുക്കാം, അതവൻ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് അവനെ സെമിനാരിയിൽ തുടർന്ന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡീക്കന് ദൂരെയുള്ളൊരു പള്ളിയിലെ കൊച്ചച്ഛനായിട്ട് പറഞ്ഞുവിടാൻ തീരുമാനിക്കും. സംഭവം, ആ പള്ളിയിൽ ഇപ്പോൾ ഉള്ള അച്ഛൻ, മൂത്തച്ഛൻ, സഭ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. പുള്ളിയുടെ തന്നിഷ്ടത്തിന് ആ പള്ളി നടത്തിക്കൊണ്ടു പോവുകയാണ്. അങ്ങേരുടെ കുടുംബ സ്വത്താണ് ആ പള്ളിയും പള്ളി നിൽക്കുന്ന സ്ഥലവും. അതുകൊണ്ട് തന്നെ സഭയ്ക്ക് അതിനെ എതിർക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ നമ്മുടെ ഡീക്കൻ അങ്ങോട്ട് പറഞ്ഞു വിട്ട് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡീക്കനെ ആ ദൂരെയുള്ള റിമോട്ട് വില്ലേജിലെ പള്ളിയിലേക്ക് അതോറിറ്റി പറഞ്ഞു വിടുന്നു. അങ്ങേര് ആ പള്ളിയിലേക്ക് ചെല്ലുകയാണ്. അത്യാവശ്യം വലിയ പള്ളി, സെമിത്തേരിയൊക്കെ അടുത്ത് തന്നെയുണ്ട്. എന്നാൽ ഈ പള്ളിയിലെ കുരിശുരൂപം മാത്രം കാണുന്നില്ല. എന്താ പറ്റിയെന്നറിയില്ല. എന്തായാലും ഇപ്പോൾ പള്ളിയിൽ ചെന്ന ഡീക്കന്റെ അടുത്തേക്ക് അവിടുത്തെ വികാരി അച്ഛൻ വരികയാണ്. ഫാദർ മോൺസിഗ്നോർ വിക്സ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ ആക്ടർ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പുള്ളിയും അവിടുത്തെ ഒരു അടിപൊളി ആക്ടറാണ്. സോ വികാരി വന്ന് കൊച്ചച്ഛനെ പരിചയപ്പെടുന്നു. അങ്ങേർക്ക് സെമിനാരിയിൽ നിന്ന് നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു ഒരു കൊച്ചച്ഛൻ വരണ കാര്യം. അത് കഴിയുമ്പോൾ ഈ പള്ളിയിലെ മറ്റ് കാര്യസ്ഥ പണി നോക്കുന്ന ഒരമ്മച്ചി വരും. അവരാണ് ആ പള്ളിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അവരെയും ഡീക്കൻ പരിചയപ്പെടും. ഈ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ വികാരി ഡീക്കനോട് ചോദിക്കുകയാണ്, നിന്നെ പറഞ്ഞു വിട്ട ബിഷപ്പില്ലേ, പുള്ളിക്കാരനും ഞാനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു, എന്നെ അവൻ ഇഷ്ടമല്ല എന്നെനിക്ക് നന്നായിട്ട് അറിയാം, അവൻ നിന്നെ സെലക്ട് ചെയ്ത് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. അത് കേട്ട് നമ്മുടെ കൊച്ചച്ഛൻ പറയും, അങ്ങനെയൊന്നുമില്ല സാർ, നിങ്ങൾ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയാണല്ലോ, അതുകൊണ്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് പഴയ കൂട്ടുകാരൻ എന്നെ പറഞ്ഞു വിട്ടത്. ഞാനിവിടെ നിങ്ങളെ ഉപദ്രവിക്കാതെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളെ സഹായിച്ചു കഴിഞ്ഞോളാം, ഒരു കുഴപ്പമുണ്ടാക്കില്ല എന്ന് പറയും. അപ്പൊ വികാരി, എന്നാ പിന്നെ ആദ്യ ജോലിയായി എന്റെ കുമ്പസാരം തന്നെ എടുത്തോന്നും പറഞ്ഞ് കൊച്ചച്ഛനെ പള്ളിയുടെ വെളിയിലേക്ക് വിളിച്ചുകൊണ്ട് വരാം. ഈ അച്ഛന്മാര് തമ്മിലും കുമ്പസരിക്കാറുണ്ട്. ഡീക്കന് തിരുവസ്ത്രം കൊടുത്തിട്ട് വികാരി തന്റെ കുമ്പസാരം പറയും. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അവസാനമായിട്ട് കുമ്പസരിച്ചത്. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ മറ്റുള്ളവരുടെ പണവും സ്വത്തും ലക്ഷറി കാറും ഒക്കെ കണ്ട് മോഹിച്ചു. അതൊരു വലിയ പാവമാണ്. അത് കഴിഞ്ഞ് എൻ്റെ അപ്പൂപ്പൻ പ്രീസ്റ്റ് ആയിരിക്കുന്ന കണ്ടിട്ടാണ് ഞാനും അച്ഛനാവാൻ ആഗ്രഹിച്ചത്. അദ്ദേഹത്തിന്റെ പവർ കണ്ട് ആ പവർ എനിക്കും വേണമെന്ന് ആഗ്രഹിച്ചു. അതൊരു പാവമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരാഴ്ച 4 തവണ മാസ്റ്റർബേറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഓർമ്മയില്ല, ചിലപ്പോൾ എണ്ണത്തിൽ കൂടാം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ വെച്ച് എങ്ങനെ, എന്ത് വിചാരത്തോടെ എന്നുള്ള കാര്യങ്ങൾ ഈ വികാരി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് നമ്മുടെ ഡീക്കൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അങ്ങേരാകെ ഡസ്പായി പോവും. പക്ഷെ പിന്നെയാണ് നമ്മുടെ ഡീക്കന് മനസ്സിലാവുക, ഈ ഫാദർ ഡീക്കന് കൊടുക്കുന്ന ഒരു ടോർച്ചർ ആയിരുന്നു അത്. ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ഇവിടെ നിന്ന് ഓടിപ്പോവല്ലോ. അങ്ങനെ വിചാരിച്ചിട്ടാണ് വികാരി ഇങ്ങനത്തെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്തായാലും കുമ്പസാരം കഴിഞ്ഞ് ഫാദർ ഡീക്കന് കൈ കൊടുക്കുക. ഈ കൈ കുറച്ച് മുന്നേ ഉപയോഗിച്ചതായതുകൊണ്ട് ഡീക്കന് തിരിച്ച് കൈ കൊടുക്കണോ എന്നുള്ള സംശയം ഉണ്ടാവും. എന്നാലും പുള്ളി കൈ കൊടുക്കുന്നു. ഇനി വരാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ കണ്ടറിയണം. ഇത് കഴിയുമ്പോൾ മറ്റൊരാളെ കൂടി കാണിക്കുന്നു, അവിടുത്തെ തോട്ടക്കാരൻ. ആ പള്ളിക്ക് വേണ്ട അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യുന്ന ഒരു തോട്ടക്കാരൻ, വയസ്സായ മനുഷ്യനാണ്. സാം എന്നാണ് പേര്. ഈ സാമിനും നമ്മുടെ കാര്യസ്ഥ അമ്മച്ചിക്കും തമ്മിൽ എന്തോ ഒരു ലിങ്കിലോണയുണ്ട്. ഈ സാം പള്ളിയോട് ചേർന്നൊരു ഹട്ടിലാണ് താമസിക്കുന്നത്. പുള്ളിക്കാരൻ വലിയ കുടിയനായിരുന്നു. എന്നാൽ അയാളെ കുടിയിൽ നിന്നും മോചിപ്പിച്ച് ഈ പള്ളിയിൽ തന്നെ ഒരു ജോലിയും കൊടുത്ത് പാർപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ വികാരി. അതുകൊണ്ട് തന്നെ സാമിന് വികാരിയോട് വലിയ ബഹുമാനമാണ്. അതോടൊപ്പം നമ്മുടെ കാര്യസ്ഥ ചേച്ചീന് ഇഷ്ടവുമാണ്. കാര്യസ്ഥ അമ്മച്ചിയാണ് ഈ പള്ളിയിലെ സകലമാന കാര്യങ്ങൾ നോക്കുന്നത്.
അക്കൗണ്ട് കാര്യങ്ങളും ഓഫീസ് കാര്യങ്ങളും നമ്മുടെ ഫാദറിനെ ഒരുക്കുന്നതും പള്ളിയിലെ പാട്ട് പാടുന്നതും എല്ലാം നമ്മുടെ അമ്മച്ചിയാണ്. അവര് ചെറുപ്പം മുതലേ ഈ പള്ളിയിൽ വളർന്നവരാണ്. ഇത് കഴിഞ്ഞ് പള്ളിയോട് ചേർന്ന് ഒരു സമാധിയുണ്ട്. ആ സമാധിയിലെ പിള്ളേര് കൂണിന്റെ പടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ഈ സമാധി ആരുടേതാണെന്ന് ഡീക്കൻ സാമിനോട് ചോദിക്കുമ്പോൾ ഈ പള്ളി പണിത നമ്മുടെ വികാരിയുടെ അപ്പൂപ്പന്റെ സമാധിയാണ് അതെന്ന് സാം പറയും. ഇത് എത്ര വൃത്തിയാക്കിയാലും പിള്ളേര് ഇടയ്ക്കിടെ വന്ന് ഈ കൂണിന്റെ പടം വരയ്ക്കുന്നുണ്ടെന്ന് സാം കംപ്ലൈന്റ് പറയുക. പക്ഷെ അമ്മച്ചി ആ കൂണ് കണ്ടിട്ട് റോക്കറ്റ് ആണെന്നാണ് വിചാരിക്കുക. പാവം. എന്തായാലും അതിനു മുന്നേ ഒരു കാര്യം പറയാം. സിനിമയിൽ കാണുന്ന റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും അതിലെ തമാശകളും ആ സെൻസിന് മാത്രം എടുക്കാൻ പാടുള്ളൂ. അത്രയെങ്കിലും കോമൺ സെൻസ് നമ്മുടെ കാണികൾക്ക് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മതവും ജാതിയൊക്കെ നിങ്ങൾ വീട്ടിൽ മാത്രം വെച്ചിട്ട് റോഡിലേക്ക് ഇറങ്ങിയാൽ മതി. ഇനിയിപ്പോൾ എൻ്റെ ജാതിനെ പറ്റി പറഞ്ഞൊന്നും പറഞ്ഞ് കമന്റിൽ വന്നാൽ ഞാൻ വീട്ടിൽ വന്ന് ചെമ്പ് കൊണ്ട് തലക്കടിയും. ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞൊരു വീഡിയോയിൽ മറ്റൊരു ദൈവത്തിന്റെ ജോക്ക് ഉണ്ടായിരുന്നു. അതൊരു ജോക്കായിട്ട് പോലും മനസ്സിലാകാത്ത മണ്ടന്മാരുണ്ട്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. സോ ഇനി കഥയിലേക്ക് വന്നാൽ നമ്മുടെ കൊച്ചച്ഛൻ ഈ പള്ളിയിലെ വലിയ കുരിശ് കാണുന്നില്ലല്ലോ, അതിന് പകരം മറ്റൊരു കുരിശുണ്ടാക്കാൻ തീരുമാനിക്കും. അതിനുവേണ്ടി പുള്ളി അളവെടുത്തോണ്ടിരിക്കുക. അപ്പോഴായിരിക്കും വികാരി അങ്ങോട്ട് വന്ന് അവിടെ ഒരു കുരിശ് സ്ഥാപിക്കരുത്, അത് എംറ്റി ആയിട്ട് ഇട്ടിരിക്കുന്നത് ഹാർലെറ്റ് ഹോർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ ഓർമ്മയ്ക്കാണെന്ന് പറയും. അപ്പൊ ഡീക്കൻ ഈ ഹാർലെറ്റ് ഹോർ ആരാണെന്ന് നമ്മുടെ കാര്യസ്ഥ അമ്മച്ചിയോട് ചോദിക്കുക. അമ്മച്ചി പറയും അതാണ് വികാരിയുടെ അമ്മ എന്ന്. അതായത് ഈ പള്ളി ഉണ്ടാക്കിയ പഴയ പള്ളിയിലച്ഛന്റെ മകൾ. പുള്ളിക്കാരന്റെ ഭാര്യ മരിച്ച് ഒരു മകള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൾ ഏതോ ബാറിലെ ജീവനക്കാരനുമായിട്ട് ബന്ധമുണ്ടാക്കി ഒരു കുഞ്ഞുണ്ടായി. അതാണ് നമ്മുടെ വികാരിയച്ഛൻ. അപ്പൊ ഈ വികാരിയച്ഛന്റെ ചെറുപ്പത്തിൽ അമ്മ ഒരു കള്ളുകൂടിയെത്തിയും നാട് മുഴുവൻ ബന്ധങ്ങൾ വെച്ചിരുന്ന ഒരു മോശപ്പെട്ട സ്ത്രീയുമായിരുന്നു. ഈ കൊച്ചുമകനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശൻ മകളുമായി ഒരു കണ്ടീഷൻ വെച്ചു. നീ ഇങ്ങനെ നാട് തെണ്ടി നടക്കാതെ വീട്ടിൽ തന്നെ ഇരുന്ന് പള്ളിവേലകൾ ചെയ്യുകയാണെങ്കിൽ എന്റെ മരണശേഷം എന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ഞാൻ നിനക്ക് എഴുതി വെക്കാമെന്നും പറഞ്ഞ് ആ മകളെയും കൊച്ചുമകനെയും വീട്ടിൽ തന്നെ പിടിച്ചു വെച്ചു. ഇവരുടെയെല്ലാം ഒപ്പമായിരുന്നു നമ്മുടെ കാര്യസ്ഥ അമ്മച്ചിയും വളർന്ന്. ആ അമ്മച്ചി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പഴയ പ്രീസ്റ്റ് പറയുമായിരുന്നു, വെൽത്തും പവറും ഈവിന്റെ ആപ്പിളാണ്. അത് മനുഷ്യർക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാക്കും, മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ആ ആപ്പിൾ ഒരിക്കലും മനുഷ്യരുടെ കയ്യിൽ കിട്ടാൻ പാടില്ല. ഈ ഹവ്വയുടെ ആപ്പിളിനെ പറ്റി ആ ഫാദർ എപ്പോഴും പറയുമായിരുന്നു. അത് കഴിഞ്ഞൊരു ദിവസം കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പഴയ ഫാദർ മരണപ്പെട്ടത്. ആ മരണം അമ്മച്ചി നേരിട്ട് കണ്ടിരുന്നു. ഈ ഫാദർ മരിച്ച ഉടനെ മകൾ നേരെ കുടുംബ വക്കീലിൻ്റെ അടുത്ത് ചെന്ന് ഫാദറിന്റെ പണം മുഴുവൻ അവൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ വക്കീല് അക്കൗണ്ട് കാണിച്ചിട്ട് അച്ഛന്റെ പേരിൽ ഒരു ചില്ലിക്കാശ് പോലും ഇല്ല, ഉണ്ടായിരുന്ന പണം എല്ലാം പുള്ളിക്കാരൻ വിഡ്രോ ചെയ്ത് നേരത്തെ ആർക്കോ കൊടുത്തു എന്ന് പറയും. അതെവിടെ പോയിന്ന് ആർക്കും അറിയില്ല. എന്തായാലും കാര്യസ്ഥ വിചാരിക്കുന്നത് ഹവ്വയുടെ ആപ്പിൾ മോശപ്പെട്ട തന്റെ മകളുടെ കയ്യിൽ കിട്ടാൻ പാടില്ല എന്ന് ആ പ്രീസ്റ്റ് വിചാരിച്ചിരുന്നു. മകൾക്ക് വേണ്ടി ആകെ ബാക്കി വെച്ചത് ഒരു തളികയാണ്. അതിൽ ഇവയിൽ ആപ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട്. ജീസസിന്റെ ഒരു രൂപവും കാണാം. ജീസസിന്റെ കയ്യിലാണ് ആ ആപ്പിൾ എന്നാണത് കുറിക്കുന്നത്. എന്തായാലും തനിക്ക് പണം തരാം എന്ന് പറഞ്ഞ് പറ്റിച്ച അച്ഛനോട് ആ മകൾക്ക് പകയായി. അതുകൊണ്ട് മകൾ അച്ഛനുണ്ടാക്കിയ ആ പള്ളി അടിച്ചു തകർക്കും. അങ്ങനെയാണ് ആ കുരിശുരൂപം അകറ്റപ്പെട്ടത്. ഈ സമയത്തായിരുന്നു കാര്യസ്ഥ പെൺകുട്ടി ആ മകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവരടുത്തേക്ക് പോയത്. എന്നാൽ ആ പെൺകുട്ടിയെയും ഈ സ്ത്രീക്ക് ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞു കുട്ടിയാന്ന് പോലും നോക്കാതെ മകൾ ആ പെൺകുട്ടിയെയും കുതിരത്തല്ലി. എന്നാൽ പിറ്റേ ദിവസം അച്ഛന്റെ ശവകുടീരത്തിന് മുന്നിൽ മരണപ്പെട്ട അവസ്ഥയിലാണ് ഈ മകളെ കണ്ടുകിട്ടിയത്. ആത്മഹത്യയാണെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ ദൈവം അവളെ വിളിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് കാര്യസ്ഥമ്മച്ചി പറയും. ഇതാണ് പഴയ ഹിസ്റ്ററി. ഇനിയിപ്പോൾ പ്രസന്റിലേക്ക് വന്നാൽ ഈ പള്ളിയിലേക്ക് കുർബാന കൂടാൻ കുറച്ച് നാട്ടുകാർ വരാറുണ്ട്. അവരെല്ലാം സ്ഥിരമായിട്ട് വരുന്നവരാ. എന്നാൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവരാരൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് കഥ ബോറടിച്ചോ? മെയിൻ ട്വിസ്റ്റ് വരാൻ പോകുന്നേ ഉള്ളൂ, ഒന്ന് കാത്തിരിക്കൂ. ഇതിൽ ആദ്യത്തെ ആള് നമ്മുടെ വികാരിയുടെ തന്നെ കുടുംബ വക്കീലാണ്. ആ ലേഡിയുടെ അച്ഛനും വക്കീലായിരുന്നു, വികാരിയുടെ സുഹൃത്തുമായിരുന്നു. അത് കഴിഞ്ഞ് മകൾ വക്കീലായി ആ സ്ഥാനത്തേക്ക് വരുന്നു. ഈ ചേച്ചിക്ക് ഒരു അനിയനുണ്ട്. ആ അനിയൻ ശരിക്കും ഇവരച്ഛന്റെ മകനല്ല. ഈ വക്കീല് പെണ്ണ് ചെറുതായിരിക്കുമ്പോൾ അച്ഛൻ ഏതോ ഒരു പയ്യനെ വിളിച്ചോണ്ട് വന്നു. അവൻ അനിയനെ പോലെ വളർത്തണം എന്ന് പറഞ്ഞു. അച്ഛന്റെ വാക്കിന് വില കൊടുത്ത് ഇന്ന് വരെ ചേച്ചി ആ പയ്യനെ സ്വന്തം അനിയനെ പോലെയാണ് നോക്കുന്നത്. ഇനി അനിയന്റെ തൊഴിൽ എന്താണെന്ന് ചോദിക്കാം. അവനൊരു ചെറുപ്പക്കാരനായ രാഷ്ട്രീയക്കാരനാ. MLA അവൻ മത്സരിക്കുകയൊക്കെ ചെയ്തു, പക്ഷെ തോറ്റുപോയി. രാഷ്ട്രീയത്തിന് വേണ്ട യുദ്ധം, ജാതി, LGBTQ ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞിരുന്നു. എന്നിട്ടും ആരും എനിക്ക് വോട്ട് തന്നില്ല. ഇത് കേട്ട് ഡീക്കൻ പറയാണ്, മേ ബി ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ ശ്രദ്ധ പിടിക്കാൻ പറ്റില്ലേ? അത് കേട്ട പയ്യൻ പറയും, തീർച്ചയായിട്ടും അവര് വെറുക്കുന്ന എന്തെങ്കിലും കണ്ടുപിടിച്ച് കൂടുതൽ അവരെ വെറുപ്പിച്ച് സ്ഥാനം പിടിക്കാൻ ഞാൻ നോക്കിയതാ. അത് നടന്നില്ല. സോ ശരിക്കുള്ള രാഷ്ട്രീയക്കാർ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ ചെറുക്കനും ശ്രമിച്ചത്, പക്ഷെ പാളിപ്പോയി. ഇനി അടുത്തൊരു വിശ്വാസിയെ പരിചയപ്പെടാം. പുള്ളിക്കാരനൊരു ഡോക്ടറാ. ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കഴിയായിരുന്നു.
എന്നാൽ ഭാര്യ ഏതോ ഒരു പാട്ടുകാരനെ ഇഷ്ടപ്പെട്ട് ഒളിച്ചോടിപ്പോയി. കൂടെ തന്നെ കുട്ടികളെയും കൊണ്ടുപോയി. അന്ന് മുതൽ ഡോക്ടർ ഒറ്റയ്ക്കാണ്, കൂടെ തന്നെ കുടിയുമുണ്ട്. മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാ ഡോക്ടർ ഈ പള്ളിയിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അത് കഴിഞ്ഞ് ഒരു എഴുത്തുകാരൻ, പുള്ളിക്കാരൻ ആദ്യം എഴുതിയ പുസ്തകങ്ങളൊക്കെ വിജയിച്ചിരുന്നു. എന്നാൽ സമീപകാലമായി എഴുതുന്നതെല്ലാം പരാജയപ്പെട്ടു പോവാ. വലിയ നഷ്ടത്തിലുമാണ്, കഷ്ടത്തിലുമാണ്. അതുകൊണ്ട് മനസ്സിനെ ബലപ്പെടുത്താനാണ് വീണ്ടും വീണ്ടും പള്ളിയിലേക്ക് വരുന്നത്. അയാളുടെ പുതിയ പുസ്തകം നമ്മുടെ വികാരിയെ പറ്റിയിട്ടാണ്. വികാരിയുടെ കഠിനമായ പ്രസംഗത്തെപ്പറ്റിയും ജീവിതത്തെപ്പറ്റിയുമാണ് പുള്ളി എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കുമെന്ന് പുള്ളി വിശ്വസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു വയലിനിസ്റ്റ്, അവരൊരു ലേഡിയാണ്, വലിയ കലാകാരിയായിരുന്നു. പക്ഷെ കാലിന്റെ നെർവിന് എന്തോ കുഴപ്പം പറ്റി. ഇപ്പൊ വീൽ ചെയറില. പഴയ പോലെ വയലിൻ വായിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും മിറാക്കിൾ തന്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് ആഗ്രഹിച്ചിട്ടാണ് പുള്ളിക്കാരി പള്ളിയിലേക്ക് വരുന്നത്. ദൈവം അവളെ ഹീൽ ചെയ്യുമെന്ന് അവൾ വിചാരിക്കുന്നു. ഇവർക്കെല്ലാം വേണ്ടി വിദ്വേഷത്തിന്റെ പ്രസംഗമാണ് നമ്മുടെ ഫാദർ പങ്കുവെക്കുന്നത്. എല്ലാവരോടും ദേഷ്യത്തോടെയും സ്വാർത്ഥതയോടെയും ജീവിക്കാനാണ് ഫാദർ പറയുക. എന്താണോ ജീസസ് പഠിപ്പിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ജീവിക്കാനാണ് പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതൊരു തെറ്റാണെന്ന് ആർക്കും തോന്നില്ല. പുള്ളി മോട്ടിവേറ്റ് ചെയ്യാന്നാണ് എല്ലാവരും വിചാരിക്കുക. ഒരുപാട് മനസ്സൊടഞ്ഞിരിക്കുന്നവരായതുകൊണ്ട് അവർക്കതിന്റെ വ്യത്യാസം അറിയില്ല. എന്നാൽ ഈ പള്ളിയിലേക്ക് പുതുതായി വരുന്നവരെല്ലാം സ്പീച്ച് കണ്ട് പേടിച്ചോടാറാണ് പതിവ്. പുതിയ ആരും തന്നെ വരാറില്ല. ഈ പഴയ ആൾക്കാരെ വെച്ചെന്നെ അവരെ പറ്റിച്ച് വിദ്വേഷം പകർന്നു കൊടുത്ത് അച്ഛൻ ഈ പള്ളി മുന്നോട്ട് കൊണ്ടുപോവാണ്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഡീക്കൻ സൈഡായിട്ട് ആൾക്കാരെ ഒന്ന് ശുദ്ധീകരിക്കാമെന്നും പറഞ്ഞ് സ്ഥിരമായി വരുന്നവരെ കുറച്ചു പേരെ തന്റെ ഔട്ട് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി ജീസസിനെ പറ്റിയും ജീവിതത്തെ പറ്റിയുള്ള നല്ല സന്ദേശങ്ങൾ കൈമാറും. അച്ഛൻ തന്റെ സ്വന്തം ജീവിതത്തെ പറ്റിയും പറയുന്നുണ്ട്. ഞാൻ ചെറുപ്പത്തിലൊരു ബോക്സറായിരുന്നു. റിങ്ങിൽ വെച്ച് ഒരാളെ കൊല ചെയ്തു. എനിക്ക് അയാളോട് ദേഷ്യമുണ്ടായിരുന്നു. എന്റെ ഇടിയിൽ അയാൾ മരണപ്പെടും എന്നെനിക്ക് അറിയാമായിരുന്നു. എന്നിട്ട് ഞാനത് ചെയ്തു. പിന്നീടാണ് ദൈവത്തെ ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ഈ ദൈവവേല ഞാൻ ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തമാണ്. നമ്മൾ ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കണം. ദേഷ്യത്തോടെയല്ല ജീവിക്കേണ്ടത്. ഫാദർ ഈ സ്പീച്ച് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാര്യസ്ഥമ്മായിക്ക് സംശയം തോന്നിയിട്ട് അവർ ചോദിക്കും, നിങ്ങൾ ഈ ക്ലാസ് എടുക്കുന്നത് വികാരി അച്ഛൻ അറിയോന്ന്? അതിന് ഡീക്കൻ പറയാണ്, ഇതുവരെയ്ക്കും അറിയില്ല, ഞാൻ എന്തായാലും പറഞ്ഞോളാന്ന്. ഉടനെ കാര്യസ്ഥമ്മായി വലിയ ഫാദർക്ക് മെസ്സേജ് അയച്ച് ഇങ്ങനെ ഒരു ക്ലാസ് നടക്കുന്ന കാര്യം പറയും. അത് കേട്ട വലിയ ഫാദർ ദേഷ്യപ്പെട്ട്, ഞാൻ അറിയാതെ അവിടെ ഒരു സ്പീച്ച് നടക്കാൻ പാടില്ല, ഇതെന്റെ ചർച്ചാണ്, ആരെങ്കിലും ആ ക്ലാസ്സിൽ പങ്കെടുത്താൽ എല്ലാവരെയും ചർച്ചയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയും. ഉടനെ ബാക്കിയുള്ള എല്ലാവരും, നിങ്ങൾ തെറ്റായ സന്ദേശമാണ് പങ്കുവെക്കുന്നത്, അത് ശരിയല്ല, നിങ്ങൾ ഫാദറെ ചതിക്കുകയാണെന്നും പറഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. നമ്മുടെ കാര്യസ്ഥ അമ്മായി ഇനി മേലിൽ നിങ്ങളിങ്ങനെ ശ്രമിച്ചു പോകരുതെന്ന് ഡീക്കനോട് പറയുന്നുണ്ട്. അത് കേട്ട ഡീക്കൻ പറയും, നിങ്ങളെല്ലാവരും ആ ഫാദറിനെ പേടിച്ചിരിക്കുക, മനസ്സ് തുറന്ന് നിങ്ങൾക്ക് അങ്ങേരോട് കൺഫസ് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കും പ്രഷറാണ് ഈ ചർച്ചിൽ, അതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഇത് കേട്ട കാര്യസ്ഥ പറയുന്നു, ഞങ്ങളുടെ മനസ്സിലുള്ള എന്തും ഞങ്ങൾക്ക് അങ്ങേരോട് കൺഫസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ തെറ്റിദ്ധരിച്ച എന്റെ മനസ്സിലെ വലിയൊരു ഭാരം ഞാൻ ഇന്ന് ഇറക്കി വെക്കാൻ പോവാന്നും പറഞ്ഞിട്ട് അമ്മച്ചി അന്ന് വൈകിട്ട് തന്നെ വികാരിയച്ഛൻ വിക്സിനോട് അവരുടെ മനസ്സിലുള്ള വലിയൊരു ഭാരം കുമ്പസാരായിട്ട് പറഞ്ഞു തീർക്കുക. അതെന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. എന്തായാലും കേട്ട വികാരിയച്ഛന്റെ കണ്ണു തള്ളിപ്പോയി. എന്തോ അരമന രഹസ്യം തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് വികാരിയച്ഛൻ വീണ്ടും ഡീക്കനെ വിളിച്ചുകൊണ്ട് പോയി എല്ലാ ആഴ്ചയിലും കുമ്പസരിക്കുന്നത് പോലെ ഈ ആഴ്ചയും കുമ്പസരിക്കുന്നു. എത്ര തവണ അദ്ദേഹം മാസ്റ്റർബേറ്റ് ചെയ്തു, ആരെയൊക്കെ വിചാരിച്ചു എന്നുള്ള മുഴുവൻ കാര്യങ്ങളും പറയും. മാക്സിമം നമ്മുടെ ഡീക്കനെ വെറുപ്പിക്കും. ഈ കുമ്പസാരം കഴിഞ്ഞ് തിരുവസ്ത്രം കൈമാറിയിട്ട് ഡീക്കൻ അദ്ദേഹത്തിന്റെ കുമ്പസാരം പറയുക. അതിൽ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഞാൻ അനുവാദമില്ലാതെ ചില ഫയൽസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കി, വികാരിയച്ഛന്റെ മെഡിക്കൽ ഫയൽസും ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അതിൽ നിന്ന് മനസ്സിലാക്കിയത് വികാരിയച്ഛന് റാഡിക്കൽ പ്രോസ്റ്റാക്ടമി എന്ന് പറയുന്ന എന്തോ ഒരു രോഗമുണ്ട്. അതുകൊണ്ട് പുള്ളിക്ക് എറക്ഷൻ ഉണ്ടാവില്ല. സോ മാസ്റ്റർബേറ്റ് ചെയ്തു എന്ന് പറഞ്ഞത് കള്ളമായിരുന്നു, ഡീക്കനെ വെറുപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഡീക്കൻ പറയും, എന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നെനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒഴിവാക്കണം, എന്നിട്ട് ഇവിടെയുള്ള പാവങ്ങൾക്ക് വിദ്വേഷം പകർന്നു കൊടുത്ത് അവരുടെ തലവനായി അവരെ ഭരിച്ച് പറ്റിച്ച് ജീവിക്കണം. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാനതിന് സമ്മതിക്കില്ല. ഭാര്യയെ നഷ്ടപ്പെട്ട ഡോക്ടർക്ക് വീണ്ടും വീണ്ടും ഭാര്യയോടുള്ള ദേഷ്യം നിങ്ങൾ കൂട്ടി. എഴുത്തുകാരനായ ലീയെ ഒരു മണ്ടനെ പോലെ ഇവിടെ അടച്ചു വെച്ചിട്ട് നിങ്ങളുടെ പെരുമ മാത്രം എഴുതുന്ന ഒരു പൊട്ടനായ എഴുത്തുകാരനായിട്ട് മാറ്റി. കാലുവയ്യാത്ത വയലിനിസ്റ്റ്. അവരുടെ മുഴുവൻ സ്വത്തും ഈ പള്ളിക്ക് വേണ്ടി നിങ്ങൾ ഡൊണേഷനായിട്ട് എഴുതി വാങ്ങിച്ചു. കഴിവില്ലാത്ത പയ്യനെ രാഷ്ട്രീയക്കാരനാക്കാന്നും പറഞ്ഞ് നിങ്ങളുടെ വീഡിയോ മാത്രം പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പള്ളിയിലേക്ക് പുതുതായി ആരും തന്നെ വരുന്നില്ല. ഇത് ദൈവവേലയല്ല, വിദ്വേഷവേലയാണ്. അതല്ല ജീസസ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്നത് വലിയ പാവമാണ്. ഇത് കേട്ട ഉടനെ നമ്മുടെ വികാരി എഴുന്നേറ്റ് ഡീക്കന്റെ വയറ്റിലേക്ക് ആഞ്ഞുകുത്തി അങ്ങേരെ നിലത്ത് തള്ളിയിട്ട് വയറി ചവിട്ടാൻ തുടങ്ങും. ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യൂടാ, പറ്റുമെങ്കിൽ എതിർത്ത് നോക്കുന്നും പറഞ്ഞു. ഉടനെ ഡീക്കൻ ചാടി എഴുന്നേറ്റ് അങ്ങേര് ബോക്സിംഗിൽ ഫൈറ്റ് ചെയ്യുന്നത് പോലെ തിരിഞ്ഞ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഇത് കണ്ട വികാരി പറയും, കണ്ടോ, നിന്നോട് ഞാൻ ദേഷ്യം കാണിച്ചപ്പോ നീ തിരിഞ്ഞെഴുന്നേറ്റ് എന്നോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. അതന്നെയാണ് ഞാൻ എന്റെ വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ലോകം അവരെ തകർക്കാൻ ശ്രമിക്കും, അവരെഴുന്നേറ്റ് യുദ്ധം ചെയ്യണം.
അല്ലാതെ നിന്റെ മാപ്പ് കൊടുക്കുന്ന, സ്നേഹം പകരുന്ന ദൈവപ്രവൃത്തി കൊണ്ടൊന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അവർ യുദ്ധം ചെയ്യണം, എന്നാൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പകരുന്നത്. അതന്നെയായിരിക്കും ഞാൻ ഇനിയും പകർന്നു കൊടുക്കുക. അതിനെ ആർക്കും തടുക്കാൻ കഴിയില്ല. ഇത് കേൾക്കുമ്പോൾ ഡീക്കൻ പറയും, നിങ്ങൾ ഈ പള്ളിയിലേക്ക് വിഷം പകരുക, ഞാനതിന് സമ്മതിക്കില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ പള്ളിയെ ഞാൻ സംരക്ഷിക്കും. നിങ്ങളെ ഒരു ക്യാൻസർ പോലെ വെട്ടി പുറത്താക്കും, കണ്ടോളൂ എന്ന്. അതിന് വികാരി ചിരിച്ചുകൊണ്ട് അവിടുന്ന് മാറിപ്പോവുക. എന്നാൽ ആ രാഷ്ട്രീയക്കാരൻ പയ്യനില്ലേ, ഇതെല്ലാം വീഡിയോ ആയിട്ട് പിടിച്ചു കഴിഞ്ഞു. അന്ന് വൈകിട്ട് നമ്മുടെ വിശ്വാസികൾ കൂടുന്ന ഗ്രൂപ്പിലേക്ക് വന്ന് ഈ ഫാദറുടെ മനസ്സിലിരിപ്പൊക്കെ പറയാം എന്ന് ഡീക്കൻ തീരുമാനിക്കും. എന്നിട്ട് അങ്ങേര് ഈ കൊച്ചുപുരയിലേക്ക് വരിക. എന്നാൽ അവിടെ നേരത്തെ നമ്മുടെ വികാരി എത്തിക്കഴിഞ്ഞു. അങ്ങേര് എന്തൊക്കെയോ മോശപ്പെട്ട കാര്യങ്ങൾ ഈ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൊച്ചച്ഛൻ അകത്ത് കയറിയ ഉടനെ പുള്ളിക്കാരൻ തല്ലാൻ വരുന്ന പോലെ ഡീക്കനെ ചീത്ത പറഞ്ഞ് പുറത്താക്കും. ഒന്നും ചെയ്യാൻ കഴിയാത്ത ഡീക്കൻ വിഷമത്തോടെ ബാറിലേക്ക് വന്ന് ഒരു 7-8 പെഗ്ഗൊക്കെ അടിച്ച് നല്ല ഫിറ്റാവും. അത് കഴിയുമ്പോൾ അവിടുത്തെ ലൈറ്റിന് മുകളിലായി ഒരു ചെന്നായിയുടെ സ്റ്റാച്ചു ഉണ്ട്. അതിനെ നോക്കി, സാത്താനെ, ഞാൻ നിന്നെ വെറുതെ വിടില്ല, ഞാൻ നിന്നെ ഈ ലോകത്തിൽ നിന്ന് അകറ്റൂ എന്നൊക്കെ പറഞ്ഞ് ആ സ്റ്റാച്ചു കൈകൊണ്ട് പറിച്ചെടുക്കും. കണ്ടവന്റെ ലൈറ്റ് നശിപ്പിച്ച് മോശമല്ലേ? ഫാദർ ആ ബാറുകാരനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാറുകാരൻ, അതൊന്നും കുഴപ്പമില്ല, അച്ഛൻ ഫിറ്റായി റോട്ടി കിടക്കണ്ട, ശ്രദ്ധിച്ച് വീട്ടിലേക്ക് പോയിക്കോന്നും പറഞ്ഞ് ഡീക്കനെ പറഞ്ഞുവിടുക. അങ്ങനെ സൈക്കിൾ എടുത്ത് ചർച്ചിലേക്ക് തിരിച്ചു വരുവാണ് രാത്രി സമയം. അപ്പോൾ ഓർമ്മയില്ലാതെ ഈ ബാറിൽ നിന്ന് കിട്ടിയ വൂൾഫിന്റെ തലയും അച്ഛൻ കയ്യിൽ പിടിച്ചിരുന്നു. ഇതങ്ങേര് ദേഷ്യപ്പെട്ട് പള്ളിയെ നോക്കി വലിച്ചെറിയും. അത് കഴിഞ്ഞ് തന്റെ റൂമിൽ ചെന്ന് മിണ്ടാതെ കിടന്നുറങ്ങുക. പിറ്റേ ദിവസം ഗുഡ് ഫ്രൈഡേ ആണ്. വൈകിട്ട് 3 മണിക്ക് ഒരു കുർബാനയുണ്ട്. അതിൽ വികാരിയുടെ വലിയൊരു പ്രസംഗം. പുള്ളിക്കാരൻ ഗർജിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്കിന് വേണ്ടി ഈ പള്ളിമേടയെ തൊട്ട് തന്നെ ചെറിയൊരു ഡ്രസ്സിംഗ് റൂമുണ്ട്, അതിനകത്ത് കയറും. ചെറിയ ബ്രേക്കിന് അച്ഛൻ അതിൽ കയറിയാണ് വിശ്രമിക്കുക. ആ സമയത്ത് ഡീക്കനായിരിക്കും മേടയിൽ ബാക്കിയുള്ള പ്രാർത്ഥനാ ക്രിയകളൊക്കെ ചെയ്യുക. ഈ നേരം പെട്ടെന്ന് തന്നെ വികാരി പുതോന്നും പറഞ്ഞ് നിലത്തേക്ക് വീഴുന്ന ശബ്ദം കേൾക്കുന്നു. എന്താ സംഭവിച്ചതെന്ന് നോക്കാൻ വേണ്ടി ഡീക്കൻ ആ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഡീക്കൻ കയറിക്കഴിഞ്ഞ് ബാക്കിയുള്ള വിശ്വാസികളും പുറകെ ചെല്ലും. എന്തുപറ്റിയെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ വികാരി അച്ഛൻ നിലത്ത് കിടക്കുന്നു. ഡീക്കൻ അച്ഛനെ തൊട്ട് നോക്കുന്നുണ്ട്. അച്ഛനെ തൊട്ട് നോക്കുമ്പോൾ പുള്ളിയുടെ ദേഹത്ത് നിന്ന് രക്തം പുറത്തേക്ക് ഒഴുകുന്നതായിട്ട് കാണാം. അത് ഡീക്കൻ തൊട്ട് കാണിക്കും. അങ്ങേര് പേടിച്ചിരിക്കുക. അച്ഛന്റെ പുറകിൽ എന്തോ കുത്തി നിൽക്കുന്നുണ്ടെന്ന് ഡീക്കൻ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഡോക്ടർ, അത് തുടരുത്, ആരോ അച്ഛനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞ് ഡോക്ടർ ആ മുറിക്ക് അകത്തേക്ക് കയറുക. അച്ഛന്റെ പുറകിലായി ആ ചെന്നായയുടെ തല സ്റ്റാച്ചു ഉണ്ട്. ഇതങ്ങേര് കർച്ചീഫ് കൊണ്ട് എടുക്കാൻ നോക്കും. ഈ ചെന്നായെ കണ്ടുടനെ നമ്മുടെ കാര്യസ്ഥ അമ്മച്ചി സാത്താൻ സാത്താൻ എന്നും പറഞ്ഞ് ഒച്ച വെച്ച് അവിടുന്ന് പുറകിലേക്ക് ചാടുക പേടിച്ചിട്ട്. ആരൊക്കെയോ അമ്മച്ചിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ നേരത്ത് നമ്മുടെ ഡോക്ടർ ആ കുത്തി നിൽക്കുന്ന ചെന്നായുടെ തല പുറത്തേക്ക് വലിച്ചൂര. അതിലൊരു കത്തിയും കൂടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ആ കത്തി കൊണ്ടാണ് ആരോ ഫാദറെ കുത്തി കൊന്നിരിക്കുന്നത്. രക്തമൊലിച്ചു പോകുന്നുണ്ടാവും. അധികം വൈകാതെ പോലീസുകാർ വന്ന് ഈ ബോഡി റിക്കവർ ചെയ്യുന്നു. ഈ കേസ് അന്വേഷിക്കുന്നത് നമ്മുടെ സുന്ദരിയായ ഒരു ലേഡി പോലീസുകാരിയാണ്. എല്ലാവരും അവർ ചോദ്യം ചെയ്യും. അതിൽ അവസാനമായിട്ട് മനസ്സിലാവുന്നത് വികാരി അച്ഛൻ്റെ കൂടെ മരണത്തിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്നത് നമ്മുടെ ഡീക്കനായിരുന്നു തലേ ദിവസം ആ ചെന്നായുടെ തലയും കൊണ്ട് ബാറിൽ നിന്ന് ഇറങ്ങിപ്പോയത്. മാത്രമല്ല വികാരി അച്ഛൻ്റെ പ്രവർത്തനങ്ങളോട് എതിർപ്പുണ്ടായിരുന്നതും ഡീക്കനാണ്. സോ സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡീക്കനായിരിക്കും ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടാവുക. അങ്ങേർക്കെതിരാണ് എല്ലാ സാക്ഷികളും ഉള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പോലീസുകാരി ഡീക്കനോട് ചോദിക്കും. ഡീക്കൻ പറയും, എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്ന് റെസ്റ്റ് ചെയ്യണം, ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്നവർ ചോദിക്കുക. അപ്പോൾ പോലീസുകാരി, ഇപ്പം നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ, പക്ഷെ ഞങ്ങളുടെ അനുവാദമില്ലാതെ ഈ സ്ഥലം വിട്ടു പോകാൻ പാടില്ല. മാത്രമല്ല അച്ഛൻ്റെ മരണം കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങേരെ ചീത്ത പറയുന്ന ഒരു വീഡിയോ കൂടെ യൂട്യൂബിൽ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് നാട്ടുകാരും നിങ്ങൾ എടുത്തിട്ട് പെരുമാറാനുള്ള സാധ്യതയുണ്ട്. കെയർഫുള്ളായിട്ട് വീട്ടിലേക്ക് പോകൂ. എന്തെങ്കിലും ഉപദ്രവങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാനും മടിക്കണ്ടെന്ന് പറയും. സോ ഡീക്കൻ ഒന്നും മിണ്ടാതെ തിരിച്ചു നേരെ പള്ളിയിലേക്ക് വരികയാണ്. അവിടെ വന്ന് ഡീക്കൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും, കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും. ദൈവമേ, എനിക്ക് എവിടെയാണ് പിഴച്ചതെന്ന് അറിയില്ല. അയാളുടെ മരണം ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അയാൾ ഇവിടെ വിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അതിങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്. ഞാൻ ജയിലിൽ പോകുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇനിയൊരു അച്ഛനായി എനിക്ക് തുടരാൻ കഴിയില്ലല്ലോ. ദൈവമേ, നീ എനിക്ക് എന്തിന് ഈ ഒരു വിധി നൽകി? ഇതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല, എന്നെ സഹായിക്കൂ എന്നും പറഞ്ഞ് ഡീക്കൻ പൊട്ടിക്കരയാണ്. അപ്പോഴായിരിക്കും ഏതോ ഒരാൾ, ഈ പള്ളി ഇപ്പോൾ തുറന്നിട്ടുണ്ടോ, ഞാൻ അകത്തേക്ക് കയറി വരാമോ എന്നും ചോദിച്ചിട്ട് മുടിയൊക്കെ വളർത്തിയ സ്റ്റൈലായ ഒരു മനുഷ്യൻ പള്ളിക്കകത്തേക്ക് കയറി വരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ഡാനിയൽ ക്രെയ്ഗാണ്. ഡീക്കൻ പറയും, പള്ളി തുറന്നാണിരിക്കുന്നത്, ധൈര്യമായി അകത്തേക്ക് വന്നോളൂ, നിങ്ങൾക്ക് ഇവിടെ പ്രാർത്ഥിക്കാം. ഇത് കേട്ട് ഡാനിയൽ പറയും, ഞാൻ പ്രാർത്ഥിക്കാമെന്നല്ല, ഞാനൊരു വഴിപോക്കനാണ്. ഈ കെട്ടിടം കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ, എനിക്ക് ദൈവത്തെ അത്ര ഇഷ്ടമല്ല. ഇത് കേട്ട് ഡീക്കൻ ചോദിക്കും, നിങ്ങളപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലേന്ന്. അതിന് ഡാനിയൽ പറയുന്നു, എൻ്റെ അമ്മ ഒരു കാത്തലിക് ആയിരുന്നു, റിലീജിയസ് ആയിരുന്നു. പക്ഷെ എൻ്റെ അനുഭവം കൊണ്ട് ദൈവം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, എനിക്ക് വിശ്വാസമില്ല. അപ്പൊ ഡീക്കൻ ചോദിക്കും, ഈ പള്ളി കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നണേന്ന്. ഡാനിയൽ പറയാണ്, ഇതിന്റെ ആർക്കിടെക്ചറൊക്കെ നല്ല രസമുണ്ട് കാണാൻ, എന്തോ മിസ്റ്ററി ഒളിഞ്ഞിരിക്കുന്നത് പോലെ. പല മനുഷ്യരുടെയും ഇമോഷൻസ് ഇവിടെ കടന്നു പോയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള
എന്തെങ്കിലും കഥകൾ കേൾക്കാൻ ആൾക്കാർ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ ആ കഥകളിൽ സത്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ഡിസ്നി സ്റ്റോറി ആയിട്ട് എനിക്കിതെല്ലാം ഫീൽ ചെയ്യുന്നുള്ളൂ. എന്റെ വേദനകളിൽ നിന്നും എന്നെ കാക്കാൻ ഒരിക്കലും ദൈവം വന്നിട്ടില്ല. പിന്നെന്തിനാണ് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നത്? ഇത് കേട്ട് ഡീക്കൻ പറയും, മനുഷ്യരുടെ ഇമോഷൻസ് പുറത്തു കൊണ്ടുവരണമെങ്കിൽ, അവരെ വേദനയിൽ നിന്നും കരകയറ്റണമെങ്കിൽ അവരെ ഇൻസ്പയർ ചെയ്യുന്ന കഥകളിലൂടെ സാധിക്കും. അതാണല്ലോ ഞങ്ങളിവിടെ ചെയ്യുന്നത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഡീക്കൻ കരയാണ്. ഞാൻ വീണ്ടും ഒരു പ്രീസ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നു. എന്നാൽ ഇനി അധികം വൈകാതെ എനിക്കത് നഷ്ടപ്പെടും. എന്റെ ജീവിതത്തിലെ പർപ്പസ് നഷ്ടപ്പെടും. ഇതും പറഞ്ഞ് ഡീക്കൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ലേഡി പോലീസുകാരി പള്ളിയുടെ അകത്തേക്ക് വരുന്നത്. മിസ്റ്റർ ഡാനിയൽ, നിങ്ങൾക്ക് ഡീക്കനെ കണ്ടുകിട്ടിയോ? ഓ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ എന്നും പറഞ്ഞ് പോലീസുകാരി ഇറങ്ങിപ്പോവാ. ഇത് കാണുമ്പോൾ ഡീക്കന് സംശയമാവും. പുള്ളിക്കാരൻ ഹീറോയോട് ചോദിക്കുകയാണ്, നിങ്ങൾ ശരിക്കും ആരാണെന്ന്. ഹീറോ പറയും, എന്റെ പേര് ഡാനിയൽ ക്രൈഗ്. ഞാൻ ജെയിംസ് ബോണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെയല്ല, പുള്ളിയുടെ പേര് ഈ സിനിമയിൽ ബെനോയിറ്റ് ബ്ലാങ്ക് എന്നാണ്. അങ്ങേര് പറയും, ഞാനൊരു ഡിറ്റക്റ്റീവാ. പോലീസിന് സോൾവ് ചെയ്യാൻ പറ്റാത്ത മിസ്റ്ററി ക്രൈമുകളൊക്കെ ഞാനാണ് സോൾവ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നടന്ന കൊലപാതകം അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നത്. എന്നാൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ യാഥാർത്ഥ്യമായ നിങ്ങളുടെ മുഖം കാണാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് ഡാനിയൽ പറയും. ഇത് കേൾക്കുമ്പോൾ ഡീക്കൻ എല്ലാവരും വിചാരിക്കുന്നു ഞാനാണ് ഈ ക്രൈം ചെയ്തിട്ടുള്ളതെന്ന്. എന്നാൽ സത്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നെ കൊണ്ട് കഴിയില്ല. എന്നാലും അയാൾ മരിച്ചതിൽ എനിക്ക് സമാധാനമേ ഉള്ളൂ. ഇതൊരു മിറാക്കിൾ പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയിന്ന് മാത്രം മനസ്സിലാവുന്നു. അത് കേട്ട് ഡാനിയൽ പറയും, നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടില്ല. ഡീഹൈഡ്രേഷൻ കാരണം നിങ്ങളുടെ ചുണ്ട് പൊട്ടിയിട്ടുണ്ട്. രാത്രി മുഴുവൻ നിങ്ങൾ ഉറങ്ങിയിട്ടില്ല. ഇത് കുറ്റബോധം കാരണം വേദനിക്കുന്ന ഒരു കുറ്റവാളിയുടെ മുഖത്തുണ്ടാവുന്ന ലക്ഷണമല്ല. നിരപരാധി ആയതുകൊണ്ട് വേദനിക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ മുഖത്തുണ്ടാവുന്ന ലക്ഷണമാണ്. ഇതൊരു മിറാക്കിളാണെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഇതൊരു കൊലപാതകം മാത്രമാണ്. ഞാനാണെങ്കിൽ കൊലപാതകങ്ങൾ സോൾവ് ചെയ്യുന്ന ആളും. അതുകൊണ്ട് എന്നെ സഹായിക്കൂ. ഇതാരാണ് ചെയ്തതെന്ന് ഞാൻ കണ്ടുപിടിച്ച് പറയാം. ഈ ഇൻവെസ്റ്റിഗേഷനിൽ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ അധികം ബുദ്ധിമുട്ടിക്കില്ല. 3 തലങ്ങൾ മാത്രമേ ഉള്ളൂ. ബോഡി നമ്മൾ പരിശോധിക്കും, മേർഡർ വെപ്പൺ പരിശോധിക്കും, ക്രൈം സീൻ അനലൈസ് ചെയ്യും. ഈ 3 സ്ഥലത്തും എൻ്റെ കൂടെ വരിക. നിങ്ങൾ നിരപരാധിയാണെങ്കിൽ ഞാനത് ലോകത്തോട് വിളിച്ചു പറയാം. എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞിട്ട് ഡാനിയൽ ഡീക്കൻ ആദ്യമേ ഈ ബോഡി പരിശോധിക്കാൻ വേണ്ടി ആശുപത്രിയിലേക്ക് വിളിച്ചിട്ട് പോവാ. ഒരു കത്തി കുത്തി ഇറങ്ങിയ മുറിപ്പാട് മാത്രമേ ഉണ്ടാവുള്ളൂ വികാരി അച്ഛന്റെ ശരീരത്ത്. അത് പിറകിലൂടെ നെഞ്ചിലേക്കാണ് കുത്തി ഇറങ്ങിയിരിക്കുന്നത്. ഈ ബോഡി കണ്ട് വികാരിയാകെ പേടിച്ചിരിക്കുക. എനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞ് പുള്ളി നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ ഡാനിയൽ ഇതിനൊരു മീറ്റായിട്ട് കണ്ടാൽ മതി. മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും മീറ്റാണ്. അതിനെ കണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ മീറ്റ് ഒന്ന് തിരിച്ചിടുമെന്നും പറഞ്ഞ് അവിടെയുള്ള നഴ്സുമാരെ വിളിച്ച് ആ ബോഡി തിരിച്ചിടാൻ പറയും. ഒരു ചേച്ചി മുട്ടായും തിന്നിട്ടാണ് ഈ ബോഡി തിരിച്ചിടുന്നത്. അവരൊക്കെ എത്ര ബോഡികൾ കണ്ടു കാണണം. എന്നാൽ ഇത് കണ്ട് പേടിച്ച് ഡീക്കന് ഛർദ്ദിക്കാൻ വന്ന് പുള്ളി പുറത്തേക്ക് ഓടിപ്പോവാ. നമ്മുടെ ഡാനിയൽ പിന്നാലെ ചെന്ന് തനിക്ക് വീണ്ടും ഒരു പ്രീസ്റ്റ് ആവണമെങ്കിൽ ഇങ്ങനെ ഭയപ്പെട്ട് ഓടരുത്, എന്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുക. കൂടെ വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. ഡീക്കൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കും. കൂടെ വരാമെന്ന് പറയും. അങ്ങനെ ഇവർ അടുത്തായി ഈ മേർഡർ വെപ്പൺ ഉണ്ടായ സ്ഥലം, ആ ചെന്നായയുടെ തല കിട്ടിയ സ്ഥലം, ബാറിലേക്ക് പോവാണ്. ആ ബാറിൽ ഇങ്ങനെ ഒരുപാട് ചെന്നായ്ക്കളുടെയും സാത്താന്മാരുടെയും പ്രതിമകളൊക്കെ ഉണ്ട്. അത് ബാർ ഓണറുടെ ഭാര്യ വാങ്ങി വെച്ചാണ്. പുള്ളിക്കാരിക്ക് ഇങ്ങനത്തെ വിചിത്രമായ ഹോബികളൊക്കെ ഉണ്ട്. ഈ തല അവിടെ നിന്ന് പോയത് തന്നെയാണെന്ന് ബാർ ഓണർ ഉറപ്പിച്ചു പറയും. എന്നാൽ ആ തലയ്ക്ക് ഇത്രയും ചുവന്ന നിറം ഉണ്ടായിരുന്നില്ല. ഒരുമാതിരി മഞ്ഞ കളറായിരുന്നു. ഇപ്പം അതിന്റെ കളർ മാറിയിട്ടുണ്ടെന്ന് പറയും. ബാറിൽ നിന്ന് ഒരാഴ്ച മുന്നേ എടുത്ത ഫോട്ടോഗ്രാഫ് അവർ കാണിച്ചു കൊടുക്കും. അതിൽ ഈ ചെന്നായ് തലയുടെ പടമുണ്ട്. പിന്നെ ആ കത്തി എവിടുന്നാ ഉണ്ടാക്കിയെന്ന് അറിയാൻ പാടില്ല. എവിടുന്നോ കത്തി ഉണ്ടാക്കി ആ ചെന്നായ് തലയ്ക്കകത്ത് കുത്തി കയറ്റിയിരിക്കുകയാണ്. ഈ തല നിങ്ങൾ എന്താ ചെയ്തതെന്ന് പോലീസുകാർ ഡീക്കനോട് ചോദിക്കുമ്പോൾ, അന്ന് രാത്രി ദേഷ്യം വന്ന് ഞാൻ ഈ തല പള്ളിയിലേക്ക് വലിച്ചെറിയായിരുന്നു. പള്ളിയിലെ ചില്ല് പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു എന്ന് കാര്യസ്ഥ പറഞ്ഞിരുന്നു. എന്നാൽ അവരും ആ തല കണ്ടില്ലത്രേ. എവിടെയാ പോയെന്നറിയില്ല. പോലീസുകാർ വീണ്ടും ആ ബാറിലെ പടം നോക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഡോക്ടറുടെ ബാഗ് ഇപ്പോഴും അതേ സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും ഡോക്ടർ ഈ ബാറിൽ ഇരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. ഈ പോലീസുകാരെ കണ്ടപ്പം പുള്ളിക്കാരൻ മാറിപ്പോയിരുന്ന് കുടിക്കുകയാണ്. ഡോക്ടർ വലിയ വിഷമത്തിലാണെന്ന് ഡീക്കന് മനസ്സിലായി. മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയണമെന്ന് ഡീക്കൻ പറയുമ്പോൾ, ഒരു കൊലപ്പുള്ളിയായ നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇത് കഴിഞ്ഞ് ഡാനിയൽ നമ്മുടെ ലേഡി പോലീസിനെയും ഡീക്കനെയും വിളിച്ചിരുത്തിയിട്ട് ഒരു കാര്യം പറയാണ്. ഈ ക്രൈം ഡീറ്റെയിൽസ് പുള്ളിക്കാരൻ വായിച്ചു നോക്കിയപ്പോൾ ഇതൊരു ഇമ്പോസിബിൾ ക്രൈം ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അടച്ചിട്ട മുറിയിൽ നടന്ന കൊലപാതകമാണിത്. അങ്ങോട്ട് ആരും വരാൻ സാധ്യതയില്ല. അങ്ങനത്തെ ഒരു ഇമ്പോസിബിൾ ക്രൈം ആയതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി പഴയ പുസ്തകങ്ങൾ വിശകലനം ചെയ്തു. അതിലെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഹോളോമാൻ. അതിൽ ഇങ്ങനത്തെ ഒരു ക്രൈമിനെ പറ്റി പറയുന്നുണ്ട്. അടച്ചിട്ട മുറിയിൽ നടക്കുന്ന കൊലപാതകത്തെ പറ്റി. അതേ രീതിയിലാണ് ഈ ക്രൈമും നടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം വായിച്ചിട്ടുള്ള ആരെങ്കിലും ആയിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവുക. അത് കേൾക്കുമ്പോൾ ഡീക്കൻ പോലീസുകാരെ വിളിച്ചുകൊണ്ട് പോയി അവിടുത്തെ ലൈബ്രറി ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കും. അതിൽ ഇങ്ങനത്തെ പുസ്തകങ്ങൾ അവിടെയുള്ള ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് ഇവർ നോക്കുകയാണ്. ആ പള്ളിയിലേക്ക് വരുന്ന എല്ലാവരും ഇങ്ങനത്തെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇതിൽ ആരാണെന്നാണ് കണ്ടുപിടിക്കുക.
എന്തായാലും കില്ലർ ഇത് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ് ക്രൈം ചെയ്തിരിക്കണതെന്ന് ഇവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് ഇവർ ക്രൈം സീനിലേക്ക് പോവാണ്, പള്ളിമേടയിലേക്ക്. അവിടെ വികാരി അച്ഛന്റെ പുറത്താരോ കത്തി കൊണ്ട് കുത്തിയിരിക്കുന്നു. അങ്ങേര് പ്രസംഗിച്ചു കഴിഞ്ഞ് ഈ ലോക്ക്ഡായ മുറിക്കകത്തേക്ക് കയറിയപ്പോഴാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ പ്രസംഗിക്കുമ്പോൾ തന്നെ അങ്ങേരെ ആരെങ്കിലും കുത്തിയിട്ടുണ്ടാവണം. അങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ കൊച്ചച്ഛൻ അത് കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ ഡീക്കൻ പറയുക, ഞാൻ അങ്ങനത്തെ അദൃശ്യ മനുഷ്യൻ കത്തിയുമായിട്ട് വരുന്നതൊന്നും കണ്ടില്ലായിരുന്നു. അപ്പൊ ആ പോസിബിലിറ്റി ഫെയിൽഡ് ആണ്. ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി, മുറിക്കകത്ത് വെച്ച് ഒളിച്ചിരുന്ന ആരെങ്കിലും അച്ഛനെ കുത്തിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ മുറിയിൽ ഒളിച്ചു വെച്ചിരുന്ന ഡിവൈസ് അച്ഛനിലേക്ക് കത്തി എറിഞ്ഞിട്ടുണ്ടാവണം. പക്ഷെ ആ മുറി കണ്ടാൽ എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ പാകത്തിന് സൗകര്യമുള്ള മുറിയായിട്ട് തോന്നുന്നില്ല. നല്ല കട്ടിയുള്ള വാളുകളാണ് ചുറ്റും. മലന്നാണ് അച്ഛൻ കിടന്നിരുന്ന് പുറത്താണ് ആരോ കുത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ പുറകിൽ നിന്നായിരിക്കണം ഈ അറ്റാക്ക് വന്നിട്ടുണ്ടാവുക. പുറകിൽ കട്ടിയുള്ള വാളാണ്. ഇനി ആൾക്കാരെ പറ്റിക്കാൻ ഒരു സെറ്റപ്പ് ചുമര് വേണമെങ്കിൽ പിറകിൽ വെക്കാമായിരുന്നു. എന്നാൽ അങ്ങനത്തെ സെറ്റപ്പ് വാളുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പോലീസുകാർ കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് ലേഡി പോലീസ് പറയും. അങ്ങനെ ആ പോസിബിലിറ്റിക്കും ഇവിടെ ചാൻസ് കാണുന്നില്ല. ഫ്ലോറിൽ മറ്റെന്തെങ്കിലും കണ്ടിരുന്നോന്ന് ഡാനിയൽ ചോദിക്കുകയാണ്. 2 ചുവന്ന നൂലുകൾ മാത്രം അവിടെ നിന്ന് കണ്ടുകിട്ടിയിരുന്നു. പക്ഷെ അത് തിരുവസ്ത്രത്തിന്റെ നൂലുകളാണ്. അതുകൊണ്ട് സംശയിക്കാനൊന്നുമില്ല. ഇവരിങ്ങനെ ക്രൈം സീൻ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കാര്യസ്ഥ മാർത്ത അവിടേക്ക് ഓടി വന്ന് കരയുന്നു. ഈ പോലീസുകാരന്റെ പള്ളി അശുദ്ധമാക്കുന്നു, ദൈവമേ ഇവരെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് വലിച്ചെറിയൂ, ഇവർ ഈ പള്ളിയുടെ പരിശുദ്ധി ഇല്ലാതാക്കും, എല്ലാം നശിപ്പിച്ചു കളയും, ഇതൊരു കൊലക്കളമല്ല പള്ളിയാണ്, പുറത്തിറങ്ങി പോകൂന്ന് പറഞ്ഞ് പുള്ളിക്കാരി പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞുകൊണ്ട്. നമ്മുടെ ഡീക്കൻ അവരെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി വിടും. വീട്ടിലേക്ക് പോകാൻ പറയും. അമ്മച്ചി, നീയൊക്കെ ഈ നാട് വിട്ടു പോയാലേ ഞങ്ങൾക്ക് സമാധാനമാകും. ഞങ്ങളുടെ പാവപ്പെട്ട അച്ഛനെ നീ കൊന്നുകളഞ്ഞു, ദൈവം നിന്നെ തേടി വരും, നീ എന്ന സാത്താൻ ഇല്ലാതാക്കാൻ എന്റെ പ്രീസ്റ്റ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അതിന് ഡീക്കൻ, നിങ്ങളുടെ മനസ്സിലുള്ളത് തെറ്റിദ്ധാരണയാണ്, യാഥാർത്ഥ്യം എന്താണെന്ന് ഈ ലോകം മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ, ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാണെന്നും പറഞ്ഞ് ഡീക്കൻ അവിടുന്ന് മാറിപ്പോവും. ദേഷ്യത്തോടെ അവിടെ ജോലി ചെയ്യുന്ന സാമിന്റെ വീട്ടിലേക്കാണ് വരുന്നത്, ആ തോട്ടക്കാരൻ അച്ഛന്റെ വീട്ടിലേക്ക്. ഈ അച്ഛനൊരു ബേസ്ബോൾ ആരാധകനാണ്. വികാരി മരിക്കുന്ന ദിവസം ബേസ്ബോളിന്റെ പ്രത്യേക മാച്ച് ഉണ്ടായിരുന്നു. അന്ന് കുർബാനയുള്ളതുകൊണ്ട് സാമിനത് കാണാൻ പറ്റിയില്ല. എന്നാൽ ആ മാച്ച് സാം റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കില്ലർ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഏതെങ്കിലും ഡിവൈസ് വെച്ചിട്ടാണ് പള്ളിയിൽ അച്ഛനെ കൊന്നിട്ടുള്ളതെങ്കിൽ അതിന്റെ റിമോട്ട് ഉപയോഗിക്കുന്ന സമയം ഈ വീഡിയോയിൽ ഗ്ലിച്ച് ഉണ്ടാകും. അങ്ങനെ അവർ റിമോട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇവർ ആ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണ്. കാസറ്റിലുള്ള വീഡിയോ, അതിൽ ഗ്ലിച്ച് വന്നിട്ടുണ്ട്. ആ വീഡിയോയും, അതായത് ആ മാച്ചിന്റെ വീഡിയോയും അന്ന് കുർബാന നടത്തിയപ്പോൾ യൂട്യൂബിൽ വിട്ട ലൈവ് വീഡിയോയും തമ്മിൽ ഇവർ മാച്ച് ചെയ്ത് നോക്കും. ഈ ഗ്ലിച്ച് വന്നിട്ടുള്ളത് അച്ഛൻ മുറിക്കകത്തേക്ക് കയറിയതിന് ശേഷമാണ്. അതും പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ കുത്തുകൊണ്ട് നിലത്തേക്ക് വീണതിന് ശേഷമാണ് ഈ റിമോട്ട് കൺട്രോൾ ആരോ പ്രയോഗിച്ചിരിക്കുന്നത്. അതെങ്ങനെ വരാൻ പറ്റും? ഓൾറെഡി കുത്തുകൊണ്ടല്ലോ. ഇവിടെ ഒരു ഡെഡ് എൻഡിലേക്ക് പോലീസുകാർ എത്തിപ്പെടുകയാണ്. എന്നാൽ ഡാനിയൽ പറയും, നമ്മൾക്ക് ഓരോ പീസുകളായിട്ട് കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും ടേബിളിലേക്ക് പീസുകൾ വേണം, എന്നാലേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അത് കേൾക്കുമ്പോൾ ഡീക്കൻ, നിങ്ങളല്ലേ പറഞ്ഞത് 3 തലങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്, എന്നിട്ട് ഇതുവരെ കണ്ടുപിടിച്ചില്ലല്ലോ, നിങ്ങളെ വിശ്വസിക്കാൻ പാടില്ലായിരുന്നു, എനിക്ക് തെറ്റുപറ്റിയെന്നും പറഞ്ഞ് ഡീക്കൻ വിഷമിക്കാൻ തുടങ്ങും. ഡാനിയൽ അദ്ദേഹത്തെ സമാധാനിപ്പിച്ച്, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടാമെന്നും പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവാം. ഇറക്കി വിടാൻ നേരം ഡാനിയൽ പറയും, ഞാനിത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ചില പീസുകൾ മിസ്സിംഗ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് എന്നെ വിശ്വസിക്കൂ, നമുക്കിത് ആദ്യം മുതൽ ഒന്നുകൂടെ ആരംഭിക്കാം. അന്നേ ദിവസം സംഭവിച്ച കാര്യങ്ങളെല്ലാം ഒരു കഥയായി നിങ്ങൾ എനിക്ക് എഴുതിത്തായോ, അതൊന്നുകൂടെ ഞാൻ വിശകലനം ചെയ്യട്ടെ, എന്നാൽ എന്തെങ്കിലും മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് ഡാനിയൽ പേനയും പേപ്പറും കൊടുത്ത് അന്നത്തെ വിവരങ്ങൾ മുഴുവൻ ഡീക്കനോട് എഴുതാൻ പറയും. പുള്ളിക്കാരൻ അതെല്ലാം എഴുതി കൊടുക്കുന്നു. ഡാനിയൽ ഈ കഥ വായിച്ചിട്ട്, ഇതിൽ നിങ്ങളൊരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്, പോലീസുകാർ ബോഡി എടുത്തുകൊണ്ട് പോയതിനു ശേഷമാണ് നിങ്ങൾ പള്ളിയിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും പോയി കഴിഞ്ഞ് കുറച്ച് സമയം നിങ്ങൾ പള്ളിക്കകത്ത് നിന്നിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? സത്യം പറയൂ, നിങ്ങൾ അവിടെ എന്തോ മറച്ചു വെച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? അതുകൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് ഡാനിയൽ പറയും. അപ്പൊ ഡീക്കൻ, ഞാനത് സാമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്താണെന്ന് പറയും. എന്താ സംഭവം നോക്കുമ്പോൾ ഈ വികാരി ബ്രേക്കിന് ഡ്രസ്സിംഗ് മുറിയിലേക്ക് കയറിയിട്ട് എപ്പോഴും കുറച്ച് മദ്യം കഴിക്കും. അത് ആർക്കും അറിയില്ല. നമ്മുടെ ഡീക്കൻ അറിയുമായിരുന്നു, എന്നാൽ പുള്ളിക്കാരൻ അത് പുറത്തു പറഞ്ഞിട്ടില്ല. അതിന് പ്രധാന കാരണം സാമിനെ മദ്യത്തിൽ നിന്നും മോചിപ്പിച്ചത് വികാരിയച്ഛനാ. അതേ വികാരിയച്ഛൻ കുടിക്കുന്നുണ്ടെന്ന് സാം അറിഞ്ഞാൽ പുള്ളിക്കാരന്റെ വിശ്വാസം നഷ്ടപ്പെടും, പുള്ളിയും കുടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് സാമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ വികാരി കുടിച്ചു വെച്ചിരുന്ന മദ്യത്തിന്റെ കുപ്പി ഡീക്കൻ അവിടുന്ന് എടുത്ത് മാറ്റിയത്. ക്രൈം സീനിൽ അതും കൂടെ വന്നാൽ നാട്ടുകാർ മനസ്സിലാക്കുമല്ലോ അച്ഛൻ ഏതു നേരം കുടിച്ചിട്ടാണ് സ്റ്റേജിൽ നിന്നിട്ടുണ്ടായിരുന്നതെന്ന്. അത് സാമിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ മാറ്റിവെച്ചതെന്ന് ഡീക്കൻ പറയുക. ഇത് കേൾക്കുമ്പോൾ ഡാനിയൽ, ഒരു പ്രധാനപ്പെട്ട തെളിവായിരുന്നു താൻ എടുത്ത് മാറ്റിവെച്ചത്.
അപ്പൊ ശരിക്കും ആ കില്ലർ രക്ഷപ്പെടാൻ കാരണം താനാ. എന്ത് മണ്ടത്തരാണ് കാണിച്ചത്. ആ മദ്യക്കുപ്പി ഇപ്പൊ എവിടെയാണ്, അതെനിക്ക് കാണണമെന്നും പറഞ്ഞിട്ട് ഡാനിയൽ ഡീക്കന്റെ കൂടെ അങ്ങേരെ ആ മദ്യക്കുപ്പി ഒളിച്ചു വെച്ച അയാളുടെ മുറിയിലേക്ക് പോവാ. പക്ഷെ ഇപ്പോ ആ കുപ്പി വെച്ച സ്ഥലത്ത് സാധനമില്ല. ആരോ ഡീക്കന്റെ മുറിയിലേക്ക് അതിക്രമിച്ച് കയറി ആ കുപ്പിയെടുത്ത് മാറ്റിയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് പുള്ളിക്കാരന് മനസ്സിലാവില്ല. എന്തായാലും ഇപ്പൊ ഡാനിയൽ നാളെ നമുക്ക് ആ പള്ളിയിലുണ്ടായിരുന്ന എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് നടത്തണമെന്ന് പറയും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വികാരി അച്ഛന്റെ ബോഡി അവരുടെ കുടുംബ കല്ലറയ്ക്കകത്ത് സംസ്കരിക്കാൻ പോവാണ്. വെറുതെ കൊണ്ടുപോയി വെക്കുകയുള്ളൂ. അതിന് ആ കല്ലറയുടെ ഡോറ് മാറ്റണം. സാധാരണ രീതിയിൽ അത് പിടിച്ച് മാറ്റാൻ പറ്റില്ല. പ്രത്യേക ക്രെയിൻ ഉപയോഗിച്ച് മാത്രമേ ആ കല്ലറയുടെ ഡോറ് മാറ്റാൻ പറ്റുള്ളൂ. സാധാരണ 4 പേര് പിടിച്ച് തള്ളി മാറ്റാനൊന്നും പറ്റില്ല. ഇനി കല്ലറയുടെ ഉള്ളിൽ നിന്നാണെങ്കിൽ ആ ഡോറ് തള്ളിയാൽ മതി, തുറന്നോളും. ഉയർത്തെഴുന്നേറ്റ് വന്നാൽ അവർ സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വിശ്വാസപ്രകാരമാണ് ഇത് പണിതിരിക്കുന്നത്. എന്തായാലും ഇപ്പൊ വിശ്വാസികളെല്ലാം ശവപ്പെട്ടിക്ക് ചുറ്റും നിന്ന് ബോഡിക്ക് അന്ത്യചുംബനമൊക്കെ നൽകി അദ്ദേഹത്തെ സംസ്കരിക്കാൻ പോവാ. നമ്മുടെ കാര്യസ്ഥമായി നിങ്ങൾ വീണ്ടും പുനർജനിക്കും, പേടിക്കണ്ട, ഞങ്ങളിവിടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ആ പെട്ടി അടയ്ക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് ഇങ്ങേരെ ബോഡി കൊണ്ടുപോയി ആ കല്ലറയ്ക്കകത്ത് വെക്കുകയാണ്. നേരത്തെ മരിച്ച ഇങ്ങേരെ മുത്തശ്ശന്റെ ശവപ്പെട്ടിയും അതേ കല്ലറയ്ക്കകത്തുണ്ട്. അത് കഴിഞ്ഞ് ക്രെയിൻ ഉപയോഗിച്ച് തന്നെ ഈ കല്ലറയുടെ വാതിൽ അവർ അടയ്ക്കുകയാണ്. പിന്നീട് ആ മീറ്റിംഗ് മുറിയില്ലേ, അവിടെ നമ്മുടെ വിശ്വാസികളെല്ലാം ഒത്തുകൂടും. അപ്പോഴാണ് ഡീക്കൻ ഡാനിയലെയും വിളിച്ച് അങ്ങോട്ട് വരുന്നത്. അങ്ങേരി വിശ്വാസികളോട് പറയും, ഡിറ്റക്റ്റീവിന് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ശരിയായ ഉത്തരം നൽകുക, എന്നാൽ മാത്രമേ യഥാർത്ഥ കൊലയാളിയെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഡാനിയൽ ഈ വികാരി മരിക്കുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയില്ലേ തലേ ദിവസം രാത്രി, അതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കും. അതിനുള്ള ഉത്തരം ആരും പറയാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴായിരിക്കും നമ്മുടെ പൊളിറ്റീഷ്യൻ പയ്യൻ അങ്ങോട്ട് വരുന്നത്. ആ ചെറുക്കൻ പറയും, അന്നത്തെ എല്ലാ സംഭവങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം അന്നത്തെ മീറ്റിംഗ് ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്, അകത്തുണ്ട് വരൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാ. എന്നാൽ ഇത് കേട്ട ഉടനെ ബാക്കിയുള്ളവരെല്ലാം പരിഭ്രാന്തരായി, സയ്യദ് കാണിച്ചു കൊടുക്കരുത്, ഞങ്ങൾക്ക് കുഴപ്പമാവും, അത് പുറത്തു പോയാൽ ഞങ്ങളുടെ ജീവിതത്തിന് കുഴപ്പമാണെന്ന് പറഞ്ഞ് ഇവരെ തടയാൻ വേണ്ടി ഓടി വരുന്നു. എന്നാൽ ഡീക്കൻ അവരെ മുറിക്കകത്തേക്ക് കയറ്റിവിടില്ല. അതെന്താ സംഭവം നോക്കട്ടെ എന്നും പറഞ്ഞ് ഇവർ ഡോർ അടച്ച് അന്നത്തെ മീറ്റിംഗ് വീഡിയോ പ്ലേ ചെയ്ത് നോക്കുകയാണ്.